തൻ്റെ സമൂഹത്തോടൊപ്പം താമസിക്കുന്ന ഒരു കന്യാസ്ത്രീക്ക് വളരെ അത്യാവശ്യമായി മരുന്ന് വാങ്ങാൻ പോയതായിരുന്നു ഫാദർ ഗബ്രിയേൽ റോമനെല്ലി. എന്നാൽ 6 മാസത്തിലേറെ ആയിട്ടും തിരികെ എത്താൻ കഴിയാതെ വിദൂരങ്ങളിലേക്ക് ഈ വൈദികൻ. ഗാസയിൽ നിന്ന് വെസ്റ്റ് ബാങ്കിലേക്ക് നടത്തിയ ആ യാത്ര തൻ്റെ അജഗണത്തെ വിട്ടുപിരിയാനുള്ളതാണെന്ന് ഹോളി ഫാമിലി ദേവാലയ വികാരിയായിരുന്ന ഫാദർ ഗബ്രിയേൽ ഒരിക്കലും കരുതിയിരുന്നില്ല. ഇന്ന് ജെറുസലേമിലിരുന്ന് തൻ്റെ നഗരത്തെയും ദേവാലയത്തിൻ്റെയും വിവരങ്ങൾ അറിയുമ്പോൾ എത്രയും വേഗം അവിടെ എത്താനുള്ള തീവ്രമായ ആഗ്രഹത്തിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദി ഇൻകാർണേറ്റ് വേർഡ് സഭാംഗമായ ഈ അർജൻറ്റീനിയൻ വൈദികൻ. ഹോളി ഫാമിലി ദേവാലയത്തിൽ ഇപ്പോഴും അഭയം പ്രാപിച്ചിരിക്കുന്ന 500-ലധികം ആളുകളുടെ ദുരവസ്ഥ ഉയർത്തിക്കാട്ടുന്നതിനായി ഫാദർ ഗബ്രിയേൽ UK-യിലും ലണ്ടനിലും ഗ്ലാസ്ഗോയിലും ഏപ്രിൽ 22 മുതൽ 27 വരെ ക്രിസ്ത്യൻ നേതാക്കളുമായും രാഷ്ട്രീയക്കാരുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ക്രിസ്ത്യാനികൾ പലപ്പോഴും യുദ്ധസ്ഥലങ്ങളിൽ സമാധാനം ഉണ്ടാക്കുന്നവരും പാലം പണിയുന്നവരുമാണ്. ഗാസയിലെ കത്തോലിക്കർ ഒരു നല്ല ഉദാഹരണമാണ്. ഗാസയിൽ ജീവിതം എപ്പോഴും ബുദ്ധിമുട്ടാണ്. എന്നാലും ദുരിതമനുഭവിക്കുന്ന മറ്റുള്ളവർക്ക് അഭയം നൽകുന്നതിനായി ക്രിസ്ത്യാനികൾ തങ്ങളുടെ കൂടാരം വിശാലമാക്കിയതായി ഫാദർ ഗബ്രിയേൽ പറയുന്നു. നമ്മുടെ ദേവാലയം ഒരു അഭയകേന്ദ്രമായി, ആശുപത്രിയായി മാറിയിരിക്കുന്നു. ഗ്രീക്ക് ഓർത്തഡോക്സ് ദേവാലയത്തിലുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റ 20-ലധികം ആളുകളെ കൊണ്ടുവന്നത് ഈ ദേവാലയത്തിലേക്കാണ്. കുട്ടികളുടെ അവസ്ഥയാണ് ഏറെ ദുഷ്കരം. യുദ്ധം അവസാനിച്ചാലും ഈ കുട്ടികൾ സാധാരണ നിലയിലേക്ക് വരാൻ ഏറെ സമയമെടുക്കുമെന്ന് ഈ വൈദികൻ പറയുന്നു. ഹോളി ഫാമിലി ദേവാലയത്തിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ആളുകളോട് തൻ്റെ കരുതലും ആത്മീയ അടുപ്പവും പ്രകടിപ്പിക്കാൻ ഫ്രാൻസിസ് പാപ്പ എല്ലാ ദിവസവും വിളിച്ചിരുന്നതായും ഇപ്പോഴും എല്ലാ ദിവസവും തന്നെ പാപ്പ വിളിക്കുന്നുണ്ടെന്നും ഫാദർ ഗബ്രിയേൽ പറഞ്ഞു.